അപ്പോഴേ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ഇന്നൊരു പോളി സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടാ. അങ്കമാലി സ്പെഷ്യൽ മീൻകറി. പൂമീൻ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അടിപൊളി കറിയാണ് കേട്ടോ. ഉഗ്രം മണം വരുന്നുണ്ട്. പിന്നെ അച്ചിങ്ങയും ചെമ്മീനും കൂടി മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോഴേ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? അങ്കമാലി സ്പെഷ്യൽ മീൻകറി. അങ്കമാലി മീൻകറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഒരു പൂമീനാണ്, 1 കിലോത്തിൻ്റെ ഒരു പൂമീൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെ കൊണ്ട് പറ്റാവുന്ന മീനാട്ടോ മേടിച്ചേക്കണത്. കൊക്കിലൊതുങ്ങണ മീനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്കമാലി സ്പെഷ്യൽ മീൻകറി ഉണ്ടാക്കുന്നത്. നേരത്തെ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. വീഡിയോ എടുത്തില്ല, പക്ഷേ ഉണ്ടാക്കിയിട്ട് സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ആ മോഡലിൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വായോ. അപ്പോൾ നമ്മൾ അങ്കമാലി സ്പെഷ്യൽ മീൻകറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂമീൻ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ചട്ടിയിലേക്ക് നമുക്ക് ഇത് 2 സവാളയാണ്, മീഡിയം ടൈപ്പ് സവാള, ഒരു 4 പച്ചമുളക്, 2 വലിയ കഷ്ണം ഒരുവിധം മീഡിയം ടൈപ്പ് ഇഞ്ചി കഷ്ണം എന്നിവ നന്നായിട്ട് പൊടിയാക്കി അരിഞ്ഞ് ഒന്ന് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് തിരുമ്മി കൂട്ടിയതാണ് കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കാം. പൊടികളിട്ട് കൊടുക്കാം. പൊടികളായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് വിനാഗിരി, കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. അപ്പോൾ സവാളയും പച്ചമുളകും ഇഞ്ചിയും ഞാൻ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ആദ്യം തിരുമ്മി മിക്സ് ചെയ്ത് വെച്ചതാണ്. ഈ പൊടികളോടുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മാം. ഇതിലേക്ക് 2-ാം പാലാണ്. 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും ചേർത്ത് കഴിഞ്ഞു. നന്നായിട്ട് ഇളക്കി കൂട്ടാം. മാങ്ങ തിളച്ചൊന്ന് റെഡി ആവട്ടെ. ശേഷം മീനിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചാറ് തിളച്ചാൽ നോക്കാം കേട്ടോ. ഇവിടെ ചാറൊക്കെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഇതാണ് ഞാനെടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ. ഇത് ഏതാണ്ട് ഒരു 3/4 കിലോത്തോളം ഉണ്ട് കേട്ടോ പൂമീൻ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കാം. 1 കിലോ മീൻ വാങ്ങിച്ചതാണ്. ഒരു 4-5 കഷ്ണം വറുക്കാനായിട്ട് മാറ്റി. ബാക്കിയുള്ള മീനാണിത്. എല്ലാം നന്നായിട്ടൊന്ന് മുക്കിയിട്ട് കൊടുക്കാം ചാറിൽ. നമുക്ക് തലപ്പാലൊക്കെ ഒഴിക്കാനുണ്ട്, താളിച്ചിടാനുണ്ട്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ.
അപ്പോൾ നമ്മുടെ കറി ഒന്ന് നോക്കാട്ടോ. കറി തിളച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ആയി. ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റും കൂടി കഴിയട്ടെ. അപ്പോൾ നമുക്ക് കറി നോക്കാം. മതി. നമുക്കിനി ഇതിലേക്കൊരു താളിപ്പൊക്കെ ഇടണം. തീ ഓഫ് ചെയ്യാം. നമുക്ക് ഈ കറിയിലേക്കൊരു താളിപ്പിടാം. അപ്പം നമുക്കൊന്ന് താളിച്ചിടാം കേട്ടോ. 2-3 എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കാഞ്ഞിട്ടുണ്ട്. ഒരു 4-5 ഉള്ളി വട്ടം വരുന്നതാണ്. അതിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്തിട്ടിട്ട് നമുക്ക് അല്പം ഇത് മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ്, അതിട്ട് കൊടുക്കാം. ഒപ്പം ഒരല്പം ഉലുവ ചൂടാക്കി പൊടിച്ചതാണ്, ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ഈ തലപ്പാൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒപ്പം നമ്മുടെ ഉള്ളി മുളകും കൂടി മൊരിച്ചത്, ഉലുവപ്പൊടിയൊക്കെ കൂടി മൊരിച്ചതാണ്, അതങ്ങായിട്ട് കൊടുക്കാം. എന്താ മണം! അങ്ങനെ നമ്മുടെ അങ്കമാലി സ്പെഷ്യൽ മീൻകറി റെഡിയായി. അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യല് അച്ചിങ്ങ കേട്ടോ. അച്ചിങ്ങ മെഴുക്കുവരട്ടിയാണ്, ചെമ്മീനിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചതാണ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.
ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. അഞ്ചാറ് ചെമ്മീനാണ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അച്ചിങ്ങ ഇട്ട് കൊടുക്കാം. കഴുകി വാരി വെച്ചിരിക്കുന്ന അച്ചിങ്ങ ഇട്ട് കൊടുക്കാം. ആകട്ടെ. അപ്പോൾ നമുക്ക് അച്ചിങ്ങ നോക്കാം. അച്ചിങ്ങ നന്നായിട്ട് ഉലർന്നിട്ടുണ്ട്. ഇത്ര മതി, അധികം വെന്ത് പോയാൽ കുഴഞ്ഞു പോവും. അങ്ങനെ നമ്മുടെ അച്ചിങ്ങ മെഴുക്ക് പുരട്ടി റെഡിയായി. ഓക്കെ. അപ്പോൾ കഴിക്കാം. ആദ്യം ഈ ചാറൊന്ന് ചോറിലോട്ട് ഒഴിക്കട്ടെ കേട്ടോ. എന്താ മണമെന്നറിയാം. പൂമീനാണ്, വലിയ ടൈപ്പ് പൂമീനായിരുന്നു ഒരുവിധം. അപ്പോൾ ഒരു കഷ്ണം മീനെടുക്കാം. മാങ്ങ, പിന്നെ അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ചൂടൻ ചെമ്മീൻ കുറച്ചിരിപ്പുണ്ടായിട്ടോ, അപ്പോൾ അതിട്ട് വെച്ചതാണ്. കഴിക്കാം. എന്ത് രസമാണിപ്പോൾ ചാറിന്. അപ്പുറക്കറി കേട്ടോ. ഗമാലി മാങ്ങക്കറി തന്നെ നല്ലതാണ്. അതിൽ തന്നെ നമ്മൾ ഒന്നൊരു ഓൾട്രേഷൻ ചെയ്ത് മീൻകറി ഉണ്ടാക്കിയതാണ്. മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. നല്ല നെയ്യുള്ള മീനായിരുന്നു. വളർത്തണ മീനാണ് കേട്ടോ. ഫാമിൽ നിന്ന് വന്ന മീനാണിത്. അച്ചിങ്ങ നോക്കാം. ചെമ്മീനിട്ട് വെച്ചുകൊണ്ട് സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സിമ്പിൾ സ്പെഷ്യൽ ഇതാണ്. അങ്കമാലി മീൻകറി, ചെമ്മീനും അച്ചിങ്ങയും കൂടി മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്.